ഹായ് ഓൾ. ഇന്ന് നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ പേര് ഒരു മിനിറ്റ്, ന്യൂമറിക്കൽ ന്യൂമറിക്കൽ എബിലിറ്റി കേട്ടോ. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, ഇന്നെന്നല്ല കുറച്ച് ദിവസം ഇനി നമ്മൾ നമ്പേഴ്സ് ആയിരിക്കും പഠിക്കുക, അതായത് നമ്പേഴ്സ്. അപ്പോൾ ഈ നമ്പേഴ്സിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് നമ്പേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം ആ ഒരു ഭാഗം ഞാൻ എന്താണെങ്കിലും ഈ വീഡിയോയിലും കുറച്ച് പറയുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ PYQs ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ PYQയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഗേറ്റാണ്. പക്ഷേ ഗേറ്റിനും അതുപോലെ തന്നെ നെറ്റിനും ഒരേപോലെയുള്ള ടോപ്പിക്കാണ് ന്യൂമറിക്കൽ എബിലിറ്റി. അപ്പോൾ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കൊണ്ടോ, നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് കൊണ്ടോ ഒരു കുഴപ്പമില്ല. കാരണം അത് അഡ്വാൻറ്റേജ് ആണ്. കാരണം എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം അല്ലേ. ഒരു ടോപ്പിക്ക് ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്, 2 ഡിഫറെൻറ്റ് എക്സാം ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ എനിവേ, ന്യൂമറിക്കൽ എബിലിറ്റിയിൽ ആദ്യം വളരെ കുറച്ച് കാര്യങ്ങളെ ഇന്ന് പഠിക്കേണ്ടതുള്ളൂ. അപ്പം ഒന്നാമത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്പേഴ്സിനെ കുറിച്ച്. അപ്പം നമ്മളിത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് രസമാണിത് പഠിക്കാൻ കേട്ടോ. അതായത് നമ്പേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പം ഞാനൊന്ന് ബോർഡ് എടുത്തോട്ടെ. അപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സ്, അതായത് നമ്പേഴ്സിനെ ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് തിയറി പാർട്ടൊന്നും ആവശ്യമില്ലെങ്കിലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അതിനൊരു കോഡ് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി: ന്യൂ പോപ്പ് CIR, ഇങ്ങനെ ഓർക്കുക. ഓക്കെ ആണോ? അപ്പം ഇതെന്ന് പറയുന്നത് ന്യൂ. അപ്പോൾ ഇത് നിങ്ങളിനി മറക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓരോ തവണ നമ്മൾ റിവൈസ് ചെയ്യുമ്പോഴും ഓരോ ക്ലാസിഫിക്കേഷനും ഓർത്ത് പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം, നമ്പേഴ്സിൽ ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിനെയാണ് കേട്ടോ, നാച്ചുറൽ നമ്പേഴ്സ്. ഇനിയും എന്ന് പറയുന്നത് എന്താ? കാണിക്കണത് ഈവൻ നമ്പേഴ്സിനെയാണ്. അപ്പോൾ ഇത് ഓരോന്ന് എന്താണെന്ന് പറഞ്ഞു തരാം. എന്നാൽ ഈ കോഡൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ന്യൂ പോപ്പ് CIR. ഓക്കെ. അപ്പോൾ W എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സിനെയാണ്, ഹോൾ നമ്പേഴ്സ്. ഒരു P പ്രൈം നമ്പറിനെയും വേറൊരു P പെർഫെക്റ്റ് സ്ക്വയറിനെയാണ് കാണിക്കുന്നത്. O എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സിനെയാണ്. C എന്ന് പറയുന്നത് കോമ്പോസിറ്റ്, നോട്ട് കാണിക്കുക കേട്ടോ, കോമ്പോസിറ്റ് നമ്പേഴ്സിനെയാണ്. I എന്ന് പറയുന്നത് ആക്ച്വലി I സ്ക്വയർ ആണ്. ജസ്റ്റ് അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ CIIR എന്ന് ഓർക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഒരു I കാണിക്കുന്നത് ഇൻറ്റീജേഴ്സിനെയും വേറൊരു I കാണിക്കുന്നത് ഇറാഷണൽ നമ്പേഴ്സിനെയും. ഒരു I ഇൻറ്റീജേഴ്സിനെയും കാണിക്കുന്നു, ഒരു I ഇറാഷണൽ നമ്പേഴ്സിനെയും കാണിക്കുന്നു. വേറൊരു 6 കണ്ടോ, 6 റാഷണൽ നമ്പേഴ്സിനെയും കാണിക്കുന്നു കേട്ടോ. 3, 6, 7, 8, 9 പ്ലസ് ഒരു Iയും കൂടെ. അപ്പോൾ ടോട്ടൽ 10 ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സ്, ടോട്ടൽ 10 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ ആണോ? അപ്പം നമുക്ക് ഇനി ഓരോന്നിനെയും കുറിച്ചൊന്ന് ഡീറ്റെയിൽഡായിട്ട് പറയാം. അപ്പം ആദ്യം തന്നെ ഒന്നാമത്തെ ആളാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് ആരാണ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് കൗണ്ടിങ് നമ്പേഴ്സാണ്. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ, അതായത് ഇപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് കുറേ മിഠായി അടുപ്പിച്ച് വെച്ചേക്കാം വിചാരിക്കുക. കുറേ മിഠായി ഉണ്ട്. അപ്പോൾ നമ്മൾ നാച്ചുറലി എന്ത് ചെയ്യും? ഈ മിഠായിനെ നമുക്ക് എണ്ണാൻ പറ്റണം അല്ലേ? എന്നാൽ മാത്രമേ അതൊരു നാച്ചുറലായിട്ട് നമുക്കതിനെ അതെത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഒന്നുമില്ലാത്തൊരവസ്ഥയെന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ ആയിട്ട് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് നോട്ട് നാച്ചുറൽ അല്ലേ? ആ ഒരു ക്ലൂ ഓർത്താൽ മതി. കാരണം എന്തുകൊണ്ടാണ് മിസ് ഇങ്ങനെ പറയണേ, ഓരോ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എക്സാമിന് പോകുമ്പോൾ വി ഹാവ് ലോട്ട്സ് ഓഫ് ഡൗട്ട്സ് അബൌട്ട് നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ എക്സാമിന് മുമ്പ് നാച്ചുറൽ നമ്പറിൽ 0 ഉണ്ടായിരുന്നോ, നാച്ചുറൽ നമ്പറിൽ 0 ഇല്ലേ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ. അത് എത്ര
നമ്മൾ പഠിച്ചാലും നമുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, എന്തെങ്കിലുമൊക്കെ ക്ലൂ, എത്ര ചെറിയ കാര്യം ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു ക്ലൂവും കൂടെ അതിൻ്റെ കൂടെ നോട്ട് ചെയ്ത് പോകുന്നതാണ് നമ്മുടെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നാച്ചുറലായിട്ട്, അപ്പം ഓർക്കണം, നാച്ചുറൽ നമ്പറിന് ഇനിയും ഡൗട്ട് വരാൻ പാടില്ല. അപ്പം നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് നാച്ചുറലായിട്ട് എണ്ണാൻ പറ്റണം, അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സാണ്. അപ്പോൾ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 എക്സെട്ര, ബട്ട് നോട്ട് 0. 0 ഉണ്ടോ? 0 ഇല്ല. ഓക്കെ ആണോ? ഇനി അടുത്ത നമ്പർ ഏതായിരുന്നു? ആദ്യം നമ്മൾ പഠിച്ചത് ന്യൂ ആണ്, N ഫോർ നാച്ചുറൽ നമ്പർ. അടുത്തത് ഈ ഓർഡറിൽ പോകണോ? ഓർഡറിൽ പൊക്കോ. ഈവൻ നമ്പർ. അടുത്ത ഈവൻ നമ്പർ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലേ, 2, 4, 6, 8. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ 2 ആയിരിക്കണം. ഇതൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ, ഈ ചാനലിൽ എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ ഇട്ട വീഡിയോ അതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കണമെങ്കിൽ നോക്കാമല്ലേ, എൻ്റെ കൂടി ഈ ഒരു സെക്ഷൻ ഫോളോ ചെയ്താലും മതിയാവും. അപ്പോൾ 2 കൊണ്ട് ഡിവിസിബിൾ ആവണം. അതായത് ഇപ്പോൾ 2നെ 2 കൊണ്ട് ചെയ്താൽ നമുക്ക് 1 കിട്ടും, 4നെ 2 കൊണ്ട് ചെയ്താൽ നമുക്ക് 2 കിട്ടും. അപ്പോൾ അങ്ങനെ 2 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സാണ് ഈവൻ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഓഡ് നമ്പർ ഒന്ന് എഴുതാവോ? എന്തായിരിക്കും എന്ന്? ഓഡ് നമ്പർ എന്ന് വെച്ചാൽ വിച്ച് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. ഏതായാലും നമ്മൾ ആദ്യത്തെ ഇതിലാണല്ലോ പോകുന്നത്. N കഴിഞ്ഞു നാച്ചുറൽ നമ്പർ, E കഴിഞ്ഞു ഈവൻ നമ്പർ, മൂന്നാമത്തെ W എന്ന് വെച്ചാൽ ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ഹോൾ നമ്പേഴ്സിനെ ഞാൻ എങ്ങനെയാണ് പഠിക്കാമെന്ന് വെച്ചാൽ, നോക്കിക്കാൻ മക്കളെ, ഹോൾ നമ്പർ. അപ്പം കണ്ടോ, O എന്ന് പറയുന്നത് ആക്ച്വലി 0 ആയിട്ടങ്ങ് വിചാരിക്കാം. അപ്പോൾ ഹോൾ നമ്പേഴ്സിൽ എന്തുണ്ട്? 0 ഉണ്ട്. അപ്പോൾ 0 കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് അല്ലേ, കൗണ്ടിങ് ഹോൾ നമ്പേഴ്സ് എന്ന് വെച്ചാൽ കൗണ്ടിങ് നമ്പേഴ്സാണ്, പക്ഷേ 0യും കൂടെ ഉണ്ട്. 0, 1, 2, 3 എക്സെട്ര. അപ്പോൾ അത് എക്സാമിനൊക്കെ ചെന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഹോളെന്ന് വെച്ചാൽ ദിസ് O സ്റ്റാൻഡ്സ് ഫോർ 0 എന്നങ്ങ് ഓർത്താൽ മതി കേട്ടോ. നാച്ചുറലിന് അങ്ങനെ ഒരു കാര്യമില്ല. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ് മാത്രമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത്, അപ്പോൾ ന്യൂ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് പോപ്പ് എന്നാണല്ലേ, അപ്പോൾ അത് പഠിക്കാം. ഇപ്പം നാലാമത്തെ പോപ്പ് അല്ലേ, ഇവിടെ ഞാൻ എഴുതാം കേട്ടോ. പോപ്പാണ്. ആദ്യം ഞാനിപ്പോൾ എന്തെടുക്കണം? പ്രൈം എടുക്കണോ അതോ? ഓക്കെ, പ്രൈം നമ്പർ കിടന്നോട്ടെ, അതാ കുറച്ച് ഇമ്പോർട്ടൻറ്റ്. പ്രൈം നമ്പേഴ്സ് എന്താടാ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇത് ഗേറ്റിൻ്റെ സെൻസിലല്ല മിസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, നെറ്റിനും ഗേറ്റിനും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഒരു ഫാക്ടർ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈം നമ്പേഴ്സ് എപ്പോഴും നമുക്കൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഫാക്ടറാണ് പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് ചോദിക്കുന്നത്. മിക്ക എക്സാംസിനും, വേറെ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എക്സാംസിന് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ ഉണ്ടോ? വേറെ നമ്മുടെ ഇങ്ങനെ റെയിൽവേയുടെയൊക്കെ എക്സാംസൊക്കെ എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ പ്രൈം നമ്പേഴ്സും പെർഫെക്റ്റ് സ്ക്വയറും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല ആക്ച്വലി. അപ്പം അതിനൊക്കെ നമ്മൾക്ക് പ്രൈം നമ്പർ വേണം. PSC എക്സാംസിനൊക്കെ കൂടുതലും ചോദിക്കുന്നൊരു ഭാഗമാണ് നമ്പർ കേട്ടോ. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രൈം നമ്പർ, നല്ല പേരാണല്ലേ, പ്രൈം നമ്പർ. ശരിക്കും പ്രൈം നമ്പർ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്പറാണ് ഇവരൊക്കെ. പക്ഷേ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, മാത്രമല്ല കൗണ്ടിങ് നമ്പറാണ്, പക്ഷേ എക്സാക്ട്ലി 2 പോസിറ്റീവ് ഫാക്ടേഴ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പ്രൈം നമ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര നിസ്സാരമായിട്ട് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്, ഈ ആളുടെ, അതായത് ഈ പ്രൈം നമ്പർ എന്ന് പറയുന്ന ആളെ വേറെ ആരും അടുപ്പിക്കാൻ പാടില്ല, വേറെ ആർക്കും ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, വേറെ ഏത് ടേബിൾ എടുത്താലും, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്താലും ഈ ആൾക്കാർ ഉണ്ടാവാനേ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പ്രൈം എന്ന് പറയുമ്പം ഓർത്തണം, പ്രൈം ആകുമ്പോൾ വേറെ ആൾക്കാരുടെ ടേബിളിൽ നിന്നും ഇവരുണ്ടാവാൻ പാടില്ല. അവരുടെ ടേബിളിലും 1ൻ്റെ ടേബിളിലും മാത്രമേ ഇവരുണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കുമോ? പ്രൈം എന്ന് വെച്ചാൽ എന്താ? അപ്പോൾ വേറെ ആർക്കും ഇവരെ ഇഷ്ടമില്ല, ഒരു സെൽഫായിട്ട് ഉള്ള ആൾക്കാരാണ് പ്രൈം, സെൽഫായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ, ഇപ്പം മിസ് പറയാണ് 2 എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ടേബിളിൽ മക്കൾ കണ്ടിട്ടുണ്ടോ? 2ൻ്റെ ടേബിൾ 2 ones, 1 into 2, 2 into 1 അല്ലാണ്ട് ഇല്ലല്ലോ. അപ്പം 2ൻ്റെ അല്ലെങ്കിൽ 1ൻ്റെ ടേബിളിൽ മാത്രമേ ഉള്ളൂ, വേറെ ഫാക്ടേഴ്സിലൊന്നും ഇത് അവൈലബിൾ അല്ല. ഇനിയും 3 ഏതെങ്കിലും ടേബിളിൽ മക്കളുമാർ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. അതുപോലെ തന്നെ 5, 7, 9 ഉണ്ട്. 9 3ൻ്റെ ടേബിളിലും ഉണ്ട്, 9ൻ്റെ ടേബിളിലും ഉണ്ട്, 1ൻ്റെ ടേബിളിലും ഉണ്ട്. 7, 9, 10, 11, 12, 13, 14 ഉണ്ട്, 15 ഉണ്ട്, 16 ഉണ്ട്, 17 കണ്ടിട്ടില്ല മിസ്, 18, 19 ഇല്ല, 19, 20, 21 ഉണ്ട്, 22 ഉണ്ട്,
22 ഏതിൻ്റെ ടേബിളിലാണ്? 11ൻ്റെ ടേബിളിലുണ്ടല്ലോ. പിന്നെ 23, ഈ റേഞ്ച് ഒന്ന് ഓർത്തോണേ. ഇതൊന്ന് എഴുതി തന്നെ പഠിച്ചോ കേട്ടോ. പ്രൈം നമ്പറേ ഒന്ന് എഴുതി തന്നെ പഠിച്ചോളൂ. 41, 43, 47, 53, 59. അപ്പോൾ ഇത് ലെസ് ദാൻ 100 ആണ് എഴുതിയേക്കുന്നത്, 100 വരെ. അപ്പോൾ പ്രൈം നമ്പർ, അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പഠിക്കണം എന്നില്ല കേട്ടോ. അത് കൂടുതൽ ഈ റെയിൽവേ എക്സാംസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് റൂള് പറയുന്നുണ്ട്, പെർഫെക്റ്റ് സ്ക്വയറിനും പ്രൈം നമ്പേഴ്സിനൊക്കെ. എനിവേ എൻ്റെ മക്കൾ ഗേറ്റിനൊക്കെ ഏകദേശം മിനിമം ഇത്രയും അറിഞ്ഞിരുന്നാൽ മതിയാവും കേട്ടോ. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൈം നമ്പർ എന്ന് എഴുതിയിട്ട് ഒരു NP, നോട്ട് ദ പോയിൻ്റ്, അല്ലെങ്കിൽ ഒരു ഹിൻ്റായിട്ടൊന്ന് എഴുതി വെക്കുമോ. ദാറ്റ് ഈസ് 2 ഈസ് ഒൺലി ദ ഈവൻ പ്രൈം നമ്പർ. ഇത്രയും എഴുതിയതിൽ 2 എന്ന് പറയുന്ന ആൾ മാത്രമാണ് പ്രൈം നമ്പർ, ഈവൻ പ്രൈം നമ്പറായിട്ട് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാം തന്നെ ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് സൈഡിലോട്ടൊന്ന് എഴുതി വെക്കുമോ. പ്രൈം നമ്പർ എഴുതി, ദെൻ യു ഹാവ് ടു റൈറ്റ് ദാറ്റ് 2 ഈസ് ഒൺലി ദ ഈവൻ പ്രൈം നമ്പർ, അതർ പ്രൈം നമ്പേഴ്സ് ആർ ഓൾ ഓഡ്. ഓക്കെ, അപ്പം 1 കഴിഞ്ഞു, അതായത് പ്രൈം നമ്പർ കഴിഞ്ഞു. ഇനി O ഫോർ ഓഡ് നമ്പർ. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ മിസ് നേരത്തെ പറഞ്ഞുല്ലോ, ഈവൻ നമ്പർ കൊണ്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആവുന്നതാണ് ഈവൻ നമ്പർ എങ്കിൽ 2 കൊണ്ട് ഡിവിസിബിൾ ആവാത്തതാണ് ഓഡ് നമ്പർ. 1, 3, 5, 7 എക്സെട്ര. പോപ്പാണ് POP. അടുത്ത P എന്ന് വെച്ചാൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സാണ് കേട്ടോ. ഈ പെർഫെക്റ്റ് സ്ക്വയറിനെ കുറിച്ച് 1-2 റൂൾസ് ഉണ്ട്, അതറിയണം എന്നില്ല. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു നമ്പറാണ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഈക്വൽ ഫാക്ടേഴ്സ്. അതായത് 2 ഈക്വൽ ഫാക്ടറുകളുടെ പ്രോഡക്റ്റ്. ഇപ്പം മിസ് പറയാം കേട്ടോ. അതായത് ഇപ്പോൾ എന്താ എടുക്കാൻ പറ്റുക, ഇപ്പോൾ 2 × 2 ഈസ് ഈക്വൽ ടു 4, 3 × 3 ഈസ് ഈക്വൽ ടു 9, 4 × 4 ഈസ് ഈക്വൽ ടു 16. ഇത്രയും കഷ്ടപ്പെടേണ്ട, സ്ക്വയേഴ്സ് അല്ലേ. 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49 എക്സെട്ര. ഇങ്ങനെ ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ മക്കളെ, അതായത് 2 സെയിം അല്ലെ 2 സ്ക്വയേഴ്സ് കൂടി ചേരുന്ന നമ്പറുകളാണ് ആക്ച്വലി നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിം നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ, നോക്കൂ, സ്ക്വയേഴ്സ്, അതായത് സ്ക്വയേഴ്സിൽ കിട്ടുന്ന വാല്യൂസിനെയാണ് മിസ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞത്. ഇനി പെർഫെക്റ്റ് സ്ക്വയറിന് 1-2 ലോ ഉണ്ട്, അത് റെയിൽവേ എക്സാംസിനാണ് കണ്ടിട്ടുള്ളത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ജസ്റ്റ് ഞാനൊന്ന് പറയാൻ വേണമെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പം അതായത് സെയിം ആയിട്ടുള്ള വാല്യൂസ് ചേരുന്നതാണ്, അല്ലെങ്കിൽ ഏതോ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളാണ് ആക്ച്വലി പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിച്ചിരി കർക്കശക്കാരാണ്. അതായത് 2 ആൾക്കാർ ചേരുന്ന സ്ക്വയറാണ്, വലിയൊരു സംഖ്യയൊക്കെ കാണുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഇച്ചിരി ജാടയുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലോസ് ഒന്ന് മിസ് പറയട്ടെ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോ പെർഫെക്റ്റ് സ്ക്വയർ എൻഡ് വിത്ത്, ഒരു പെർഫെക്റ്റ് സ്ക്വയറും no perfect squares end with 2, 4 പിന്നെന്താ 3, 7, 8. അപ്പോൾ ഇത് ഏതെങ്കിലും പ്രൈം നമ്പറാണ്, ഇതും പ്രൈം നമ്പറാണ്, ഇതും പ്രൈം നമ്പറാണ്, ഇത് പ്രൈം നമ്പർ അല്ല. ഓക്കെ, എനിവേ, അതായത് 2, 3, 7, 8 പോലെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയറും എൻഡ് ചെയ്യത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുറേ ഓപ്ഷൻ തരുവാണ്. ഒരു ഓപ്ഷൻ എ എന്ന് പറയുന്നത് 2, 6, 2, 4, 4. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 5, 6, 7, 8. ഇതിലേതാണ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഏതാ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത് മക്കളെ? ഇതിൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത് ഏതാ? ഓപ്ഷൻ ബി ആണ്. കാരണം ഓപ്ഷൻ ബിയിൽ അവസാനിപ്പിച്ചേക്കുന്ന നമ്പർ അവസാനിപ്പിച്ചത് 8-ലാണ്. 8-ൽ അവസാനിപ്പിക്കുന്ന നമ്പറുകളൊന്നും തന്നെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 2-ൽ അവസാനിച്ചാലും 3-ൽ അവസാനിച്ചാലും 7-ൽ അവസാനിച്ചാലും 8-ൽ അവസാനിച്ചാലും ഇവരൊന്നും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇത് മിസ് എളുപ്പത്തിന് വേണ്ടിയാട്ടോ ഇത് പറഞ്ഞു തരുന്നത്. ഈ ലോസ് ഒന്ന് ഓർത്ത് വെക്കണേ. അതുപോലെ തന്നെ രണ്ടാമതൊരു ലോയും കൂടി ഉണ്ടായിരുന്നു. 2-3 ലോസ് ഉണ്ട്. ഒരു ലോ ഏതായാലും ഇതാണ്. രണ്ടാമത്തെ ലോയ് എനിക്കൊന്ന് നമ്പർ ഓഫ് സീറോസിനെ ബേസ് ചെയ്തിട്ടാണ്. നോ പെർഫെക്റ്റ് ഇങ്ങനെയാണെന്നാണ്, നോക്കട്ടെ, ഇങ്ങനെയാണെന്നാണ് മിസ്സിൻ്റെ വിശ്വാസം. നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ends with an odd number of zeros. ഓക്കെ, ഇങ്ങനെയാണെന്നാണ്. അതായത് ഓഡ് നമ്പർ ഓഫ് സീറോ, നോക്കട്ടെ മിസ്സേ, അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അതായത് ഓഡ് നമ്പർ ഓഫ് ഇപ്പോൾ 10 എടുത്തു, അതുപോലെ തന്നെ 100. ആ ബുക്ക് മിസ്സിൻ്റെ ഇപ്പോൾ കാണണില്ലല്ലോ. ഓക്കെ, 0. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ. ഓക്കെ, ഇത് ശരിയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാൽ മക്കളെ, അതായത് ഒരിക്കലും പെർഫെക്റ്റ് സ്ക്വയറുകൾ അവസാനിക്കുന്ന ഓഡ് നമ്പർ ഓഫ് സീറോ കൊണ്ട് അവസാനിക്കത്തില്ല. അതിൻ്റെ അർത്ഥം ഇത് ഓപ്ഷൻ 1, ഇത് ഓപ്ഷൻ 2. ഇതിലേതാ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. കാരണം ഓപ്ഷൻ എയിലോ എത്ര സീറോ ഉണ്ട്? ഒരു സീറോ ഉണ്ട്. അതെന്ന് പറയുന്ന ഓഡ് നമ്പറാണ്. ഇതിൻ്റെ അകത്ത് 2 സീറോ ഉണ്ട്, അത് ഈവൻ ആണ്. അപ്പോൾ ഈവൻ ഫാക്ടേഴ്സ് വെച്ചിട്ടുള്ള സീറോസ് മാത്രമേ പെർഫെക്റ്റ് സ്ക്വയർ ആവത്തുള്ളൂ, അല്ലാത്തത് ആവത്തില്ല കേട്ടോ. അതായിരുന്നു ഒരു ഡൗട്ട് വന്നത്. അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. അപ്പം എന്താണ് ഇതായിരിക്കണം, ഈവൻ ആയിരിക്കണം സീറോസിൻ്റെ എണ്ണം. ഇനിയും കുറച്ച് ലോസും കൂടി ഉണ്ട്, അത് നമുക്ക് വേണ്ട. ഇതെങ്കിലും മിനിമം ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ഗേറ്റിനൊക്കെ ഉണ്ടോയെന്നുള്ളത് സംശയമാണ്, വേറെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്ക് മോശമില്ല കേട്ടോ. അപ്പോൾ പോപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തായിരുന്നു മക്കളെ പറഞ്ഞ CIIR ആയിരുന്നു അല്ലേ? CIIR. സി എന്ന് പറയുന്നതാണ് നമ്മുടെ സ്വന്തം കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പർ എന്ന് വെച്ചാൽ ഒരു കാര്യം ഓർത്താൽ മതി, പ്രൈം നമ്പേഴ്സ് അല്ല. കോമ്പോസിറ്റ് നമ്പർ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സാണ്, പക്ഷെ അവർ പ്രൈം നമ്പർ അല്ല. അത് എപ്പോഴും ഓർത്തോണേ. ഒരു കാര്യം മിസ് പറയട്ടെ, ഒരു ക്ലൂ പറഞ്ഞു തരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൈം എന്ന് വെച്ചാൽ ഇച്ചിരി അഹങ്കാരികളാട്ടോ, ഇച്ചിരി ജാടക്കാരാണ് പ്രൈം നമ്പർ. പ്രൈമും പെർഫെക്റ്റും, പ്രൈമിന് അത്രയില്ല എന്നാലും പെർഫെക്റ്റാണ്, നമ്മൾ അങ്ങനെ ക്ലൂ വെച്ച് പഠിച്ചത്. എനിവേ അപ്പം തിരുത്തണ്ട. എനിവേ പ്രൈം ഓർത്ത് വെച്ചോണേ. അതായത് പ്രൈമും കോമ്പോസിറ്റും അത്ര ചേരില്ല കേട്ടോ. പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരെ അല്ല PZ എന്ന് പറയുന്നത്. ഇത് പ്രൈമും കോമ്പോസിറ്റും. കാരണം പ്രൈമിൽ ആരൊക്കെയുണ്ടോ അവരെ ആരെയും കോമ്പോസിറ്റിൻ്റെ ഗ്രൂപ്പിൽ ചേർക്കുകയില്ല. കോമ്പോസിറ്റിൻ്റെ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ടോ അവരെ ആരെയും പ്രൈമിൻ്റെ ഗ്രൂപ്പിൽ ഇവർ ചേർക്കുകയില്ല. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് എഴുതിക്കുക. അപ്പോൾ എപ്പോഴും ഓർത്തോണം. ഇനി നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഓർത്തോണം, ജസ്റ്റ് ഒന്ന് ഓർത്തോണം പ്രൈമും കോമ്പോസിറ്റും എന്ന് കേട്ടോ. അപ്പോൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഒരു കൗണ്ടിങ് നമ്പറാണ് എക്സെപ്റ്റ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പ്രൈം നമ്പേഴ്സ് കൂടുതലും ഓഡ് നമ്പേഴ്സാണ് വരുന്നത് അല്ലേ. പക്ഷേ 2 എന്ന് പറയുന്നത് മാത്രമാണ് പ്രൈമിൽ ആകെയുള്ള ഒരു ഈവൻ നമ്പർ. അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ 2 വരില്ല. 2 അല്ലാത്ത എല്ലാ ഓഡ് നമ്പേഴ്സ് എന്നേ എല്ലാ ഈവൻ നമ്പേഴ്സും വരും കേട്ടോ. മനസ്സിലായോ മക്കളെ? കൺഫ്യൂഷൻ ആയോ? എന്താ മിസ് പറഞ്ഞത്? കോമ്പോസിറ്റ് നമ്പറും പ്രൈം നമ്പറും എന്താണേലും ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണ്. പ്രൈമിലുള്ള ആരും കോമ്പോസിറ്റിലില്ല. പ്രൈമിലുള്ളത് 2 തൊട്ട് ബാക്കിയെല്ലാം ഓഡ് നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ കോമ്പോസിറ്റ് നമ്പറിൽ 2 ഒഴിച്ച് ബാക്കി എല്ലാ ഈവൻ നമ്പേഴ്സും വരുമെന്നർത്ഥം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്ന ട്രിക്കുകളാണ് കേട്ടോ. CIIR അല്ലേ. ഇനി അടുത്തത് ഏതാ മക്കളെ? ഒരു ഐ ഉണ്ടല്ലേ. I ഫോർ സിമ്പിളാണെടാ. ദാറ്റ് ഈസ് നമ്മുടെ ഇൻറ്റീജേഴ്സ്. ഓക്കെ, എനിക്ക് ഏറ്റവും നമ്പേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ശരിക്കും ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. കാര്യം എന്താണെന്നറിയോ? ഇൻറ്റീജേഴ്സിന് ഒരു ജാടയില്ല. ഇൻറ്റീജേഴ്സ് ഭയങ്കര പാവമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇൻറ്റീജേഴ്സിന് ആൾക്കാരുടെ നെഗറ്റിവിറ്റിയോ ആൾക്കാരുടെ പോസിറ്റിവിറ്റിയോ ഇനി ആൾക്കാർക്ക് ഒന്നും ഇല്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. ഇൻറ്റീജേഴ്സ് എപ്പോഴും ഇൻറ്റീജേഴ്സ്, ദ വേർഡ് ഇൻറ്റീജേഴ്സ് എന്ന് വെച്ചാൽ അകത്തേക്ക്. അപ്പോൾ ഇൻറ്റീജേഴ്സ് ഭയങ്കര പാവമാണ്. അപ്പോൾ ഇൻറ്റീജേഴ്സ് എല്ലാവരെയും അകത്തേക്ക് വിളിക്കും. അതിന് പ്രത്യേകിച്ച് ജാടയോ കാര്യങ്ങളോ ഒന്നുമില്ല. മനുഷ്യരെ വേർതിരിച്ച് കാണലൊന്നുമില്ല. ആർക്ക് എന്തൊക്കെ കഴിവുണ്ടോ ഇല്ലയോ ഒന്നും നോക്കില്ല. എല്ലാവരെയും അകത്തേക്ക് വിളിക്കുന്ന ഒരാളാണ് ആക്ച്വലി ഇൻറ്റീജേഴ്സ്. പക്ഷേ ഫ്രാക്ഷൻ നമ്മൾ നോക്കില്ല. ബാക്കിയൊക്കെ ഇപ്പം നമ്മൾ നോർമലി കുറേ നമ്പേഴ്സ് പറയുമല്ലോ. ഇപ്പോൾ നമ്മൾ നോർമലി നമ്പേഴ്സ് പറയുന്നത് എന്താ? മൈനസ് ആണോ, പ്ലസ് ആണോ, 0 ആണോ, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആണോ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ആ കാര്യങ്ങളെ എല്ലാം അകത്തേക്ക് കൊണ്ടുവരുന്ന ആളാണ് ശരിക്കും ഇൻറ്റീജേഴ്സ്. പക്ഷേ ഫ്രാക്ഷന് വരില്ല കേട്ടോ. അപ്പോൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ കൗണ്ടിങ് നമ്പേഴ്സും ഉണ്ട്, ഇൻക്ലൂഡിങ് 0 ആൻഡ് ദ നെഗറ്റീവ് ഓഫ് ദ കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ ശരിക്കും ഇൻറ്റീജേഴ്സിനെ മിസ് പറയാണ്. ഈ കളറ് നിങ്ങൾക്ക് അത്ര ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ഇൻറ്റീജേഴ്സാണ്. പോസിറ്റീവായിട്ടുള്ള ഇൻറ്റീജേഴ്സ് ഉണ്ട് കേട്ടോ. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? 1 ആവാം, 2 ആവാം, 3 ആവാം, എക്സെട്ര. പിന്നെ നെഗറ്റീവായിട്ടുള്ള ഇൻറ്റീജേഴ്സും ഉണ്ട്. ഇത് തന്നെ -1, -2, എക്സെട്ര. ഇനി അടുത്തത് എന്താ? 0 ഇൻറ്റീജേഴ്സ് എന്നല്ല നമ്മൾ പറയുക. ഞാൻ തുടക്കം ഇത് എഴുതിക്കോണേ. ഒന്ന് നോട്ട് പോസ് ചെയ്ത് എഴുതി പോക്കോണേ. അപ്പോൾ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. പോസിറ്റീവ് ഇൻറ്റീജേഴ്സും ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റീജേഴ്സും ഉണ്ട്.
ഓക്കെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട്. ഇനി അടുത്ത് വരുന്നതാണ് സെറ്റ് ഓഫ് ഓൾ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. അത് ശരിക്കും പറഞ്ഞാൽ നോൺ നെഗറ്റീവ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് തന്നെ. അതിൽ 0 വരും, 1 2 എക്സെട്ര. കാരണം 0നെ എനിക്ക് പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറയാൻ പറ്റില്ല. നോൺ നെഗറ്റീവ് ഇൻറ്റീജർ എന്നൊരു പേര് കൊടുത്താണ് നോർമലി നമ്മളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് പഠിക്കുന്നത്. അതായത് സ്കൂളിൽ പഠിക്കില്ലേ, സ്കൂളിലും അങ്ങനെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്, നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് നത്തിങ് ബട്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, ബട്ട് വി ക്യാൻ ജസ്റ്റ് സേ ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇൻറ്റീജേഴ്സിൻ്റെ പ്രത്യേകത ഒന്ന് ഓർത്ത് വരാം. അപ്പോൾ ഇൻറ്റീജേഴ്സിൻ്റെ ഇപ്പോൾ നമ്മളോട് ചോദിക്കുക ഒരാൾ, ഇൻറ്റീജേഴ്സിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ഏതാ? നമുക്ക് പറയാൻ പറ്റില്ല ഇൻറ്റീജറിൻ്റെ ഫസ്റ്റ്. ചിലവർ പറയും ഇൻറ്റീജറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ. ഇൻറ്റീജറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് മൈനസ് തൊട്ട് 0 പ്ലസ് വരെ. അപ്പോൾ ചിലവർ പറയും -1 ആയിരിക്കും, -1 എക്സെട്ര ടു ഒരു പ്ലസ് പോസിറ്റീവിൽ വന്ന് നിൽക്കും. ഇല്ല, -1 അല്ല ഒരിക്കലും ഇൻറ്റീജറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ്. ശരിക്കും -∞ തൊട്ട് +∞ വരെയാണ് പോകുന്നത്. ഇതാണ് ഈ കൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കൂളുകളിൽ പഠിക്കേണ്ടത്. ഓക്കെ, പക്ഷെ നമുക്കത് ഫോർച്ചുനേറ്റ്ലി ഇതൊന്നും നമുക്ക് കിട്ടണില്ല. എന്നാലും ഓർത്ത് വെക്കുക, ഇൻറ്റീജേഴ്സിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ഒരിക്കലും -1 എന്ന് പറയാൻ പറ്റില്ല. അത് -∞ തൊട്ട് +∞ വരെയാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെന്ന് പറയുന്നത് ആക്ച്വലി ആരാണ്? ഇൻറ്റീജേഴ്സാണ്. കാരണം ഇൻറ്റീജേഴ്സ് എല്ലാവരെയും അകത്തേക്ക് കൊണ്ടുവരുന്ന ആളാണ്. ഓക്കെ ആണോ? അപ്പോൾ CIIR. അപ്പോൾ C കോമ്പോസിറ്റ് നമ്പർ കഴിഞ്ഞു, ഇൻറ്റീജേഴ്സ് കഴിഞ്ഞു. ഓക്കെ, ഇനി എനിക്ക് അത്ര കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. അതായത് ഇറാഷണലും ഉണ്ട്, റാഷണലും ഉണ്ട്. I ഫോർ ഇറാഷണൽ, R ഫോർ റാഷണൽ. ഇതിനി ആർക്കും കുഴപ്പവും ഇല്ല ദോഷവും ഇല്ലാത്ത ആൾക്കാരാണ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ആണല്ലോ അല്ലേ? റാഷണൽ എന്ന് പറയുമ്പോൾ ഫ്രാക്ഷനായിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഇപ്പം ഞാൻ പറയാം, ഇപ്പം 1/2, 3/2 അങ്ങനെ. ഇനി ഇറാഷണൽ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ റൂട്ട്. ഇപ്പോൾ √3, √2, പൈ, ഈ അങ്ങനെ. ഇപ്പം ഞാൻ സെപ്പറേറ്റ് ഒന്ന് പറയാം, കാരണം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ റാഷണൽ നമ്പേഴ്സിനെ അല്ലേ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻസൊക്കെ റാഷണൽ നമ്പറിൽ വരുന്ന ആണല്ലോ. അത് ഞാൻ നോക്കിയിട്ടില്ല, പക്ഷെ ഞാൻ പറയാം കേട്ടോ, നമുക്കതൊന്ന് നോക്കാം. ഇതൊന്ന് റബ്ബ് ചെയ്യുവാണേ. അതായത് എങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചത്, എങ്ങനെയായിരിക്കും റാഷണൽ നമ്പേഴ്സ്? എൻ്റെ ഓർമ്മ ഇത് നിങ്ങൾ നോക്കട്ടെ, നമുക്ക് എഴുതി നോക്കാം. റാഷണലായിട്ടുള്ള നമ്പേഴ്സ്, അതായത് റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഫ്രാക്ഷനെയാണ് മിസ്സ് ഉദ്ദേശിക്കുന്നത്. നമ്മളിത് പഠിച്ചിട്ടില്ലേ സ്കൂളിൽ? റാഷണൽ നമ്പേഴ്സ് പ്രധാനമായിട്ട് 3 തരത്തിലാണ് മിസ്സിൻ്റെ ഓർമ്മയിൽ. പ്രോപ്പറായിട്ടുണ്ട്, അതെ 3 എണ്ണമാണ്. അത് ഓർക്കാൻ എന്താ, നമ്മൾ ഓൾറെഡി നമുക്ക് സ്കൂൾ തൊട്ടേ അറിയാം അല്ലേ? പ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്, പിന്നെ മിക്സ്ഡ് ആണുള്ളത്. മിക്സ്ഡ് ഫ്രാക്ഷൻ ഉണ്ട്. അതെ, എന്താ പറ്റിയെന്ന് വെച്ചാൽ ബുക്ക് കാണണില്ല. ഓക്കെ, എനിവേസ് നമുക്ക് ഇതിങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ കുറച്ച് ബേസിക് എഴുതിയ കാര്യങ്ങളെ കാണണില്ല. എനിവേസ് ഇത് നമ്മൾ നേരത്തെ കുഞ്ഞിലേ തൊട്ട് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഈ നമ്പേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പറയുക പ്രോപ്പറാണ് അല്ലേ? അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ചപ്പോൾ ഞാൻ പറയട്ടെ, 1/2 ഒരു പ്രോപ്പർ ഫ്രാക്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂമറേറ്റർ ആണല്ലോ കുറവ്. ന്യൂമറേറ്ററും ഉണ്ട്, ഡിനോമിനേറ്ററും ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്റർ കുറഞ്ഞിരിക്കുന്ന ആളാണ് ശരിക്കും പ്രോപ്പർ. മനസ്സിലായോ മക്കളെ? പ്രോപ്പർ. ഇനിയും ഇംപ്രോപ്പർ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ കൂടിയിരിക്കണം. ന്യൂമറേറ്റർ കൂടി, ഇപ്പോൾ 4/2 അല്ലെങ്കിൽ 4/3 ഇതൊക്കെ എന്താ? ഇംപ്രോപ്പറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ന്യൂമറേറ്റർ കുറഞ്ഞിരിക്കണം എന്നുള്ള സെൻസാണ് സത്യം. ന്യൂമറേറ്റർ കുറഞ്ഞിരിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ന്യൂമറേറ്റർ കൂടിയാൽ അത് എന്താണ് വരിക? ഇംപ്രോപ്പർ എന്നും. ന്യൂമറേറ്റർ കുറഞ്ഞാൽ അത് പ്രോപ്പറും ആകും. ഒന്ന് ഓർത്ത് നോക്കിയേ, ന്യൂമറേറ്റർ ഒരു സെറ്റ് പഠിച്ചു വെച്ചാൽ മതി. ഒരാളെ പഠിച്ചു വെച്ചിട്ട് മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോപ്പർ പഠിക്കാം. പ്രോപ്പർ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ കുറഞ്ഞിരിക്കണം. കാരണം ന്യൂമറേറ്റർ കുറഞ്ഞിരിക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന് ഓർക്കണം. എപ്പോഴും കുറഞ്ഞിരിക്കണം. അപ്പോൾ കുറഞ്ഞിരിക്കുന്നതാണ് പ്രോപ്പർ, അല്ലാത്തത് ഇംപ്രോപ്പർ. ഇനി മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ മിക്സ് വരുമല്ലോ. മിക്സ് വരിക ഇൻ ദ സെൻസ് ഞാൻ കാണിക്കാം. മിക്സ് വരിക എന്ന് വെച്ചാൽ ഇത് എല്ലാം ഇപ്പം ഇംപ്രോപ്പറും കൂടെ നമ്മൾ ചില സമയത്ത് എഴുതൂല്ലേ? ഏത് കളർ എടുക്കൂടാ? ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ എഴുതില്ലേ? 1/2 ×
4/3. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആൾ പ്രോപ്പറും ഈ ആൾ ഇംപ്രോപ്പറുമാണ്. അപ്പോൾ ഈ പ്രോപ്പറിനെയും ഇംപ്രോപ്പറിനെയും കൂടെ മിക്സ് ചെയ്ത് എഴുതി മിക്സ്ഡ് ഫ്രാക്ഷൻസ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും റാഷണൽ നമ്പേഴ്സ്. ഇത് വലിയ പ്രയാസമില്ല. റാഷണൽ നമ്പേഴ്സ് എന്നൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടേ ഇല്ല കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എങ്ങനെയെങ്കിലുമൊക്കെ ചിലപ്പോൾ വന്നാലോ. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ മൊത്തവും ഒന്ന് അറിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഓക്കെ, മിസ് ഇത്രയും പറഞ്ഞിട്ട് അത് വരില്ലെങ്കിൽ ഇത്രയും എന്തിനാ പറയുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ. നമുക്കിപ്പോൾ സമയമുണ്ട്, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി പോകുന്നതാണ് നമുക്ക് നല്ലത്. കാരണം സമയമുള്ളപ്പോൾ നമ്മൾ പിറക്കി പഠിക്കാൻ നിന്നാൽ ആ വിട്ടതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പം എക്സാം അടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സമയമില്ലെങ്കിൽ കുറച്ചൊക്കെ നമുക്കൊന്ന് കളയാം. പക്ഷേ ഈ സമയത്തൊക്കെ നമുക്ക് പഠിക്കുന്ന മാക്സിമം പഠിച്ചു പോകാം കേട്ടോ. ഇനി ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞുള്ളൂ, റാഷണൽ നമ്പേഴ്സ് ഫ്രാക്ഷൻ ആണെങ്കിൽ ഇറാഷണൽ നോക്കിയ മക്കളെ, ഇറാഷണൽ റൂട്ടാണ്. ശരിക്കും റാഷണൽ എന്ന് കേൾക്കുമ്പോൾ റൂട്ടെന്ന് ഓർക്കരുത് കേട്ടോ. ഇനി ഓർക്കാത്തവർക്കൂടെ ഞാൻ വേണമെങ്കിൽ ഇത് ഓർമ്മിപ്പിക്കും അല്ലേ. ഓക്കെ, അത് വിട്ടേക്കും കേട്ടോ. അപ്പോൾ ഇറാഷണൽ എന്ന് പറയുമ്പോൾ റൂട്ടാണ്, ഇറാഷണൽ റൂട്ട്. ഇപ്പോൾ റൂട്ട് 2, പിന്നെ എന്തൊക്കെയാണ് മക്കളെ, റൂട്ട് 3, റൂട്ട് 6. പിന്നെ ഒരു കാര്യം ഓർത്ത് എക്സെട്ര. പിന്നെ ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കോടാ. അതായത് പയ്യ് ഒരു ഇറാഷണൽ നമ്പറാണ്. ഈ എക്സ്പോണൻഷ്യൽ ഒരു ഇറാഷണൽ നമ്പറാണ്. അപ്പം നമുക്ക് ചോദിക്കണ ഒരു ക്വസ്റ്റ്യനാണ്, ഗേറ്റിന് ചോദിക്കണതല്ല, നോർമലായിട്ട് ലോജിക്കലി അങ്ങനെയാണെങ്കിൽ 22/7 ഒരു ഇറാഷണൽ നമ്പറാണോ? കാരണം പൈയുടെ വാല്യൂ ആണല്ലോ 22/7 ആണോ? കാരണം ഞാൻ മിസ്സ് പറഞ്ഞു പൈ എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ 22/7 എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പറാണോ? അല്ല, കാരണം 22/7 എന്ന് പറയുന്നൊരു ഫ്രാക്ഷനാണ്. അതിനർത്ഥം അത് റാഷണൽ നമ്പറാണ്. അതായത് ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 3.14. അപ്പോൾ 22/7 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറും പൈ എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പറുമാണ്. അതാണ് മിസ്സ് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ ഇൻറ്റീജേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇൻറ്റീജേഴ്സിനെ ഒന്നും കൂടെ പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സും ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ എഴുതട്ടെ. അതായത് ഇൻറ്റീജേഴ്സ് എന്നാണ് പറഞ്ഞത്. ഇൻറ്റീജേഴ്സ് ആക്ച്വലി മിസ് പറഞ്ഞു പോസിറ്റീവ് അല്ലെങ്കിൽ ഈവൻ ഇൻറ്റീജേഴ്സ് ഉണ്ട്. ഈവൻ ഇൻറ്റീജേഴ്സിൻ്റെ പ്രത്യേകത ഈവൻ എന്ന് പറയുമ്പോഴേ ഡിവിസിബിൾ ബൈ 2 ആയിരിക്കണം. പിന്നെ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈവൻ അല്ല, പോസിറ്റീവ് അല്ല കേട്ടോ ഈവൻ. അതായത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല ഈവൻ ഇൻറ്റീജേഴ്സ് ഉണ്ട്. ഈവൻ ഇൻറ്റീജേഴ്സ് എന്ന് വെച്ചാൽ ഡിവിസിബിൾ ബൈ 2 ആണ്. ഇനി അത് കഴിഞ്ഞ് ഓഡ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ നോട്ട് ഡിവിസിബിൾ ബൈ 2 ആണ്. ദിസ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് വെച്ചാൽ 1, 2, 3 എക്സെട്ര ആവാം. ഈവൻ ഇൻറ്റീജേഴ്സ് എന്ന് വെച്ചാൽ 2, 4, 6 അങ്ങനെ കേട്ടോ. പിന്നെ ഇനി ഞാൻ എഴുതാൻ പോകുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ഗേറ്റിനും നെറ്റിനും. ഗേറ്റിന് കുറച്ച് കൂടുതൽ നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഗേറ്റിൻ്റെ ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് എഴുതി കൺക്ലൂഡ് ചെയ്ത് നിർത്ത്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം കേട്ടോ. അടുത്ത ടോപ്പിക് ഇൻ ദ സെൻസ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇതങ്ങ് പഠിച്ചു പോണേ. മിസ്സിൻ്റെ കൂടെ തന്നെ ഇത് പഠിച്ചു പോണേ. ഇനിയും നിങ്ങൾക്ക് സമയം എടുക്കണ്ട ഇതിന് വേണ്ടി. അതായത് ആദ്യം എന്താ ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് മക്കളെ, എന്നാലും നമുക്കൊന്ന് എഴുതി പോവാം. സൈഡിലേക്ക്, ബുക്കിൻ്റെ സൈഡിലേക്ക് ഒന്ന് നോട്ട് ചെയ്ത് പോണേ. ഒന്നാമത്തെ കാര്യം എന്താ, ഒന്നുമില്ല, ഈവൻ ഇൻറ്റു ഈവൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഈവൻ ഇൻറ്റു ഈവൻ, അതായത് 2 ഈവൻ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇപ്പോൾ എക്സാമ്പിൾ 2 × 2 ചെയ്താൽ 4 വരും, 4 × 4 ചെയ്താൽ 16 വരും. അതൊക്കെ ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ ഈവൻ ഇൻറ്റു ഈവൻ എന്താണെങ്കിലും ഈവനാണ്. അതാണ് ഒന്നാമത്തെ. ഇനി അടുത്തത് ഇതിൻ്റെ തന്നെ പേർ എഴുതിക്കോ. ഓഡ് ഇൻറ്റു ഓഡ് എന്ത് വരും? 1 × 3 വരും. ഓഡ് ഇൻറ്റു ഓടാണല്ലേ, 1 × 3, 3 × 5 15. അപ്പോൾ എന്താണെങ്കിലും ഓഡ് ഇൻറ്റു ഓഡ് തന്നെ. ഇനി അടുത്ത പേര് മിസ് എഴുതട്ടെ. ഈവനും ഓടും ആണെങ്കിലോ ഇപ്പോൾ 2 × 3 6 വരും, 3 × 4 12 വരും. അപ്പോൾ ഈവനും ഓടും ആക്ച്വലി ഈവനാണ്. നിങ്ങൾ എക്സാമ്പിൾ എടുത്താൽ മതി. ഈവനായിട്ടൊരു നമ്പർ 2, ഓടായിട്ടൊരു നമ്പർ 3, ഇൻറ്റു ചെയ്യുമ്പോൾ 6 എന്ന് പറഞ്ഞൊരു ഈവൻ നമ്പറാണ്. ഈവനായിട്ടൊരു നമ്പർ 4, ഓടായിട്ടൊരു നമ്പർ 3, അങ്ങനെയാണെങ്കിൽ 12 ആണ്, അതും ഈവൻ നമ്പർ.
ഇനി അടുത്തത് ഈവനും ഓടും കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓടും ഇത് നേരെ തിരിച്ചിട്ടാലും അത് തന്നെ 1 2 3 4 1 2 3 ഓഡ് ഇൻറ്റു ഈവൻ, അത് നേരെ തിരിച്ചിടുന്നു. മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ ഈവൻ അല്ലേ മക്കളെ? ഇതൊന്ന് ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും, എന്നാലും നിങ്ങളൊന്ന് പഠിച്ചു പൊക്കോ. ഇത്രയും ഒന്ന് മനസ്സിലാക്കുക, പഠിക്കുക, കാണാതെ അങ്ങോട്ട് എഴുതിക്കുക. ഇപ്പം തന്നെ ചെയ്തേ. ഓക്കെ ആണോ? ഇതൊന്ന് പോസ് ചെയ്ത് എഴുതിയെടുക്കും കേട്ടോ. മാറ്റുവാണേ. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ തന്നെ അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഡീഷൻ. ഇനി അഡീഷൻ എങ്ങനെ പഠിക്കും? അഡീഷനും സബ്സ്ട്രാക്ഷനുമാണ് ഏറ്റവും കൂടുതൽ. കാരണം മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ്. അഡീഷനും സബ്സ്ട്രാക്ഷനും നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, എന്നാലും നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് എന്താണെങ്കിലും എനിക്ക് ഈവനെ ഇഷ്ടം. അപ്പോൾ ഈവൻ എടുക്കട്ടെ. അതായത് ഈവൻ പ്ലസ് ഈവൻ. ഇപ്പോൾ 2 + 2 നോക്കിയാൽ മതി, 4 ഈവൻ തന്നെ. ഈവൻ പ്ലസ് ഈവൻ ഈവൻ. ഓഡ് പ്ലസ് ഓഡ്. ഇപ്പം 3 1 4, 3 3 6. അപ്പോൾ ഓടും ശരിക്കും ഈവനാണ്. ഓടും ശരിക്കും എന്താണ്? ഈവനാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇത് ഞാൻ ഒന്നുകൂടെ വൃത്തിക്ക് ഇത് കണ്ടോ, ഇതൊന്ന് നോട്ട് ചെയ്തോണേ. ഓടും ചേർന്നാൽ ഈവനാണ് കിട്ടുക. അതേസമയം ഓഡ് ഇൻറ്റു ഓട് ചേർന്നാൽ നമുക്ക് ഈവൻ ആയിരുന്നു. അതായത് മൾട്ടിപ്ലിക്കേഷനിൽ ഓടും ഈവനാണ്, ഓടാണ്. പക്ഷേ അഡീഷനിലും സബ്സ്ട്രാക്ഷനിലും ഓടും ഈവനാണ് കിട്ടുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ. അപ്പം ഈവനും കണ്ടു, ഓടും കണ്ടു. ഇനി എന്താ കാണണ്ടേ? ഈവൻ കണ്ടു, ഈവൻ ഓട് കണ്ടു. ഇനി ഈവൻ പ്ലസ് ഓടാണെങ്കിലോ മക്കളെ? ഇപ്പോൾ മിസ് പറയാണ് 2ഉം 3ഉം ചെയ്താൽ മതി. 3 4 5 ഓട് കിട്ടും. ഈവൻ പ്ലസ് ഓടെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കിട്ടും? ഈവൻ പ്ലസ് ഓടെന്ന് പറഞ്ഞാൽ ഓടാണ് അവിടെ കിട്ടുക. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു സെക്ഷനും ഇമ്പോർട്ടൻ്റ് ആണേ. ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഇനി അടുത്തത് ഈവൻ പ്ലസ് ഓഡ്. അതുപോലെ തന്നെ ഓഡ് പ്ലസ് ഈവൻ എന്ന് പറഞ്ഞാലും ഓഡ് തന്നെ അല്ലേ? അതായത് മിസ് 3 എടുത്തു, 2 എടുത്തു, 5 കിട്ടി. അങ്ങനെ പെട്ടെന്ന് നോക്കിയാലും മതി കേട്ടോ. ഇത് തന്നെയാണ് സബ്സ്ട്രാക്ഷനിലും. സബ്ട്രാക്ഷനിൽ എന്ത് വരും? സബ്ട്രാക്ട് ചെയ്തൊന്ന് എഴുതാവോ? പെട്ടെന്ന് സബ്ട്രാക്ട് ചെയ്ത് എഴുതുമ്പോൾ ഇപ്പോൾ ഓട് മൈനസ് ഓടും നേരത്തെ 2ഉം കൂടെ ആയിരുന്നു, അപ്പോൾ ഈവൻ കിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ 3 3 3 3 - 3 എന്ന് വെച്ചാൽ 0 അല്ലേ? 3 - 3 5 - 3 എന്ന് വെച്ചാൽ 2. ഇനി ഈവൻ മൈനസ് ഈവനോ? ഈവൻ മൈനസ് പെട്ടെന്ന് നോക്കണം. 4 - 2 അത് ഈവൻ തന്നെ. ഇനി അടുത്തത് ഓട് മൈനസ് ഈവനോ? ഇപ്പോൾ മിസ് പറയുകയാണ് 5ൽ നിന്ന് 4 കുറച്ച് 1, അപ്പോൾ അത് ഓടാണ്. അതുപോലെ തന്നെ ഈവൻ മൈനസ് ഓടോ? അത് 6ൽ നിന്ന് 3 കുറച്ചാൽ ഓട് തന്നെ. അപ്പോൾ ഈ ഒരു സെക്ഷനാണ് എൻ്റെ മക്കൾ ഓർത്തിരിക്കേണ്ടത് കേട്ടോ. അതായത് ഓടും ഈവനും ഓട്, അത് ഒന്ന് തന്നെ. ഓടും ഈവനും മൈനസ് ചെയ്താലും തിരിച്ച് ചെയ്താലും എന്ത് വരും? ഇനി അത് കഴിഞ്ഞ് വരുന്നതാണ് ഡിവിഷൻ ഫാക്ടേഴ്സ്. അപ്പോൾ ഡിവിഷൻ ഫാക്ടേഴ്സ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുക? ഡിവിഷൻ ചെയ്യാനായിട്ട് ഓഡ് ബൈ ഓഡ്. എന്താ ഓഡ് ബൈ ഓഡ്? എന്താ ഓട് തന്നെ. ഈവൻ ബൈ ഓഡ് എന്താ മക്കളെ? ഇപ്പോൾ 6/3 ചെയ്യട്ടെ. എന്താ കിട്ടുക? ഈവനാണ് കിട്ടുക. ഈവൻ. ഇനിയും ഈവൻ ബൈ ഈവൻ എന്തായിരിക്കും? ഇപ്പം ഈവൻ ബൈ ഈവൻ എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ പെട്ടെന്ന് നോക്കണം. 2/2 1. ഇനി 4/2 2. അപ്പോൾ ഈവൻ ബൈ ഈവൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഈവനും കിട്ടാം, ഓടും കിട്ടാം. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ ഇയാളാണ്. കണ്ടോ? ഇദ്ദേഹത്തെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. കാരണം ഈവൻ ബൈ ഈവൻ ചെയ്യുമ്പോൾ നമുക്ക് ഈവനും കിട്ടാം, ഓടും കിട്ടാം.
ഓക്കെ, അപ്പോൾ ഇതാണ് ഡിവിഷനിൽ ഇദ്ദേഹത്തെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗേറ്റിൻ്റെ 2017 ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. ഞാനൊന്ന് വായിക്കാം, എനിക്കൊന്നും ക്വസ്റ്റ്യൻ അത് ശരിക്കും കിട്ടിയിട്ടില്ലേ. ഓ ഗോഡ്. എടാ, ഓക്കെ, സോ വെയിറ്റ് ഫോർ 5 minutes. ഐ വിൽ കം. ഓക്കെ, 5 minutes. ഓക്കെ, അപ്പം നോക്കിയേ, ഗേറ്റ് 2017 ക്വസ്റ്റ്യൻ ഞാൻ വായിക്കട്ടെ. ക്വസ്റ്റ്യൻ: ഇഫ് എ ആൻഡ് ബി ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് എ മൈനസ് ബി ഈസ് ഈവൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മസ്റ്റ് ഓൾവേസ് ബി, ഇവിടെ ഓൾവേസ് എന്നുണ്ട്, ഓൾവേസ് ബി ഈവൻ. ഇതാണ് ഓപ്ഷൻസ് കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ മിസ് പറയട്ടെ, ഒന്ന് മനസ്സിലാക്കട്ടെ, ഒന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുമോ? ഓക്കെ, എഴുതിയെടുത്തു വിചാരിക്കണു. ഇപ്പം എയും ബിയും ഇൻറ്റീജേഴ്സാണ്. ഏതായാലും ഇത് ശ്രദ്ധിക്കണേ, എയും ബിയും ഇൻറ്റീജേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ എയും ബി ഇൻറ്റീജേഴ്സ് എന്ന് വെച്ചാൽ ഇൻറ്റീജേഴ്സ് രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ ഇൻറ്റീജേഴ്സിൻ്റെ അർത്ഥം ഇൻറ്റീജേഴ്സ് ആരെ വേണേലും സ്വീകരിക്കും, എക്സെപ്റ്റ് റാഷണൽ ആൻഡ് ഇറാഷണൽ. അപ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. അപ്പോൾ എയും ബിയും എന്ന് പറയുന്നത് ഏതോ രണ്ട് ഇൻറ്റീജേഴ്സാണ്. എ മൈനസ് ബി ചെയ്യുമ്പോൾ ഇവർക്ക് ഈവനാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷനിൽ ആരാണ്, ഈ ഓപ്ഷൻ മസ്റ്റ് ബി, ഈ ഓപ്ഷൻ സോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ ആരാണ് എപ്പോഴും ഈവൻ ആവാനായിട്ടുള്ള ചാൻസ്. അതായത് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ എയും ബിയും മൈനസ് ചെയ്തപ്പോൾ ഈവൻ കിട്ടിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു കുട്ടിക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല എന്താ ശരിക്കും ഇതെന്ന്. പക്ഷേ നമുക്കറിയാം, എന്താ നമുക്കറിയാം, വേറൊന്നും നമുക്കറിയില്ല. എ മൈനസ് ബി എന്ന് പറയുന്നത് ഈവൻ ആണെന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകാമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ, നമുക്ക് കുറച്ച് സമയമുള്ളൂ ഇതൊക്കെ ചെയ്യാൻ, പക്ഷെ പെട്ടെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വിചാരിക്കുക ഈവൻ കിട്ടണം അല്ലേ. അതായത് മൈനസ് ആണ്, ഇപ്പം മൈനസിൻ്റെ അപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുക, ഈവൻ മൈനസ് ഈവൻ ചെയ്താൽ ഏതായാലും എനിക്ക് ഈവൻ കിട്ടും. അതായത് ഈവൻ മൈനസ് ഈവൻ ചെയ്താൽ ഈവൻ കിട്ടും. ഇനിയും വേറെ ഏതാ ഈവൻ കിട്ടാനുള്ള ചാൻസ്? ഓഡ് മൈനസ് ഓഡ് ചെയ്താൽ കിട്ടും. അതായത് 7ൽ നിന്ന് 3 കുറച്ചാൽ അപ്പോൾ ഓഡ് മൈനസ് ഓഡ് ചെയ്താലും എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എനിക്ക് ഈവൻ കിട്ടും. അപ്പോൾ 2 വഴിയേ ഉള്ളൂ. ഒന്നെങ്കിൽ എയും ബിയും ഈവൻ ആയിരിക്കണം, അല്ലെങ്കിൽ എയും ബിയും ഓഡായിരിക്കണം. ഓക്കെ, അപ്പം ഒരു കുട്ടി ഇത് കിട്ടിയപ്പം എ മൈനസ് ബി ഈക്വൽ ടു ഈവൻ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി നെഗറ്റീവ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ എയും ബിയും രണ്ടും ഈവൻ ആയിരിക്കണം, അല്ലെങ്കിൽ എയും ബിയും 2 പേരും ഓഡായിരിക്കണം. അല്ലാതെ ഒരാൾ ഈവൻ ഒരാൾ ഓടെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. ഓക്കെ, ഇതൊന്ന് എഴുതി വെച്ചേ സൈഡിലേക്ക്. ഒരു കുട്ടി ആദ്യം തന്നെ മനസ്സിലാക്കി പഠിക്കേണ്ടത് ഇതാണ്. ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇത്രയും ഞാനൊന്ന് സൈഡിലേക്ക് വെച്ചു. ഇനിയാണ് ഞാൻ ബാക്കിയിലേക്ക് പോകുന്നത്. ആദ്യത്തെ ഓപ്ഷൻ എ ഇൻറ്റു ബി ആണ്. അതായത് എ ഇൻറ്റു ബി ഈവൻ ആകുമോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എയും ബിയും ഓൾവേസ് ഈവൻ ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. സത്യം പറഞ്ഞാൽ എയും ബിയും ഈവൻ ആവത്തില്ല. കാരണം എന്താ മക്കളെ, എയും ബിയും ഈവൻ ആകുമോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ ഈവൻ കിട്ടുമോ എന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കാം. അതായത് ഈ ഒരു ഫാക്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് ഈവൻ ആണെങ്കിൽ ഈവൻ കിട്ടും. പക്ഷേ ഇത് ഓടുവാണെങ്കിൽ ഒരിക്കലും ഈവൻ കിട്ടും. കാരണം എയിലും ബിയിലും ഏതാ ഈവൻ ഏതാ ഓടെന്ന് എനിക്ക് അറിയത്തില്ല. എന്ത് ഫാക്ടേഴ്സ് ആഡ് ചെയ്താലും ഈവൻ തന്നെ ഓൾവേസ് കിട്ടണം. എൻ്റെ മക്കൾക്ക് മനസ്സിലായോ ആ പറഞ്ഞ കാര്യം? ആ പറഞ്ഞ കാര്യമാണ് ഇതിൻ്റെ ലോജിക്ക്. എന്താ മിസ് ഇപ്പോൾ പറഞ്ഞ മക്കളെ? അതായത് എയിലും ബിയിലും ആരൊക്കെയാണ് ഈവനെന്ന് ഓടുന്നത് നമുക്ക് ഇവർ തന്നിട്ടേ ഇല്ല. ആരൊക്കെയാണ് ഓട് ഈവനെന്ന് ഇവർ തന്നിട്ടേ ഇല്ല. എ ആണോ ബി ആണോ എന്ന് തന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ 2 കാര്യവും നോക്കണം. അതായത് എന്താണ്, ഇതാണ് എൻ്റെ ഫാക്ടർ. അപ്പോൾ ഈവനും ഓടും. അപ്പോൾ ഞാൻ നോക്കുവാണ് എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞേക്കുന്ന എ മൈനസ് ബി ഈവൻ ആണെങ്കിൽ 2 കണ്ടീഷൻ, അതായത് എ ഈവൻ ബി ഈവൻ. അപ്പോൾ എനിക്ക് ഏതായാലും എ ഈവൻ കിട്ടും. പക്ഷെ അടുത്ത മൈനസിൻ്റെ കണ്ടീഷൻ ഈവൻ ആവാനുള്ളത് ഓടെന്ന. അപ്പോൾ എനെ ഞാൻ ഓടാക്കി ബീനെ ഞാൻ ഓടാക്കി കൊടുത്താൽ എനിക്ക് ഉത്തരം ഓടെന്നേ കിട്ടത്തുള്ളൂ. ഇവർ പറഞ്ഞിട്ടുണ്ട് ഓൾവേസ് ഈവൻ കിട്ടണം ഈ സൊല്യൂഷൻ ചെയ്യുമ്പോൾ. ഓൾവേസ് ഓട് കിട്ടിയോ ഈവൻ കിട്ടിയോ? ഇല്ല. അപ്പോൾ എ ബി അല്ല. അടുത്തൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി, അതുകൂടെ ഒന്ന് പറയട്ടെ, എന്നാലേ ഈ ഓപ്ഷനിലേക്ക് എനിക്ക് വരാൻ പറ്റുള്ളൂ. അതെന്താണെന്ന് വെച്ചാലേ, ഇപ്പം ഏതെങ്കിലും ഒരു വാല്യൂ ഓഡ് നമ്പർ റേസ് ടു എനി നമ്പർ, ഏതൊരു നമ്പർ ആണെങ്കിലും അത് ഓഡ് തന്നെ. ഇപ്പം മിസ് പറയാം
3 അതെന്താണേലും 1 തന്നെ. ഇപ്പോൾ 3 3 അതുപോലെ തന്നെ 3 × 2 അത് 9. അപ്പോൾ ഏതൊരു നമ്പർ ഓഡ് നമ്പറിൻ്റെ കൂടെ ഏത് ഈവൻ നമ്പർ വന്നാലും ഓഡ് നമ്പർ റേസ് ടു ഈവൻ നമ്പർ ആണെങ്കിലും റേസ് ടു ഓഡ് ആണെങ്കിലും എന്താണെങ്കിലും ആൻസർ ഓഡ് തന്നെ ആയിരിക്കും. ഈ സെയിം വിധത്തിൽ തന്നെ ഈവൻ ഏതെങ്കിലും ഒരു ഈവൻ നമ്പർ റേസ് ടു ഏത് വന്നാലും റേസ് ടു എനി നമ്പർ വന്നാലും ഉത്തരം ഈവൻ ആയിരിക്കും കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കണേ. ഓക്കെ ആണോ? ഇനിയും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഇനി ഓപ്ഷൻ ബിയിലേക്ക് പോവാം. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് A² + B² + 1 ആണ് അല്ലേ? അതായത് എനിക്ക് ഓൾറെഡി അറിയാം, ഒന്നെങ്കിൽ ഓടും ആയിരിക്കണം, അല്ലെങ്കിൽ ഈവനും ആയിരിക്കണം. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ A² എടുത്തു, A² + B². അതായത് ഇപ്പം എ എന്ന് പറയുന്നത് ഞാൻ പറയുകയാണ് എ ഓടാണെന്ന് വിചാരിക്കുക. എ ഓടാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം ഓടായിരിക്കും. ഇനിയും ബി ഓടാണെന്ന് വിചാരിക്കുക. ബി ഓടാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം ഓടായിരിക്കും. കാരണം ഓഡ് നമ്പർ റേസ് ടു ഏതാണെങ്കിലും ഓട് തന്നെ. +1, അതായത് ഓഡ് + ഓഡ് +1. +1 എന്ന് വെച്ചാൽ ശരിക്കും ഓഡ് നമ്പറാണ്. ഇപ്പം ഞാൻ പറയുകയാണ് 3, 1, 5, 5, 6, 7, 8, 9. അപ്പോൾ ഓഡ് നമ്പർ തന്നെയല്ലേ. അതായത് ഓഡ് + ഓഡ് എന്താ? ഓഡ് + ഓഡ് ഈവൻ ആണ്. ഈവൻ + ഓഡ് എന്ന് പറയുന്നതോ? പക്ഷേ ഈവൻ + ഓടെന്ന് വെച്ചാൽ ഓട് തന്നെയാണ്. മനസ്സിലായ മക്കളെ? ഓഡ് + ഓഡ് + ഓടെന്ന് വെച്ചാൽ ഓടാണ് ഉത്തരം കിട്ടുക. അല്ലെങ്കിൽ ഓഡ് + ഓടെന്ന് വെച്ചാൽ നോർമലി ഞാൻ പറഞ്ഞ ഓടും കൂടെ കൂട്ടിയാൽ ഈവൻ കിട്ടും. +1 എന്ന് പറയുന്നത് ഓടാണ്. ഓടും ഈവനും കൂടെ കൂട്ടിയാൽ ഓടേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതേതായാലും വരില്ല. കാരണം എനിക്കിപ്പം ഓൾവേസ് ഈവൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് കിട്ടില്ല. കാരണം ഇത് ഞാൻ എനെ ഞാൻ ഓടാക്കി എടുത്താൽ ബീനെ ഞാൻ ഓടാക്കി എടുത്താലും കിട്ടുന്നില്ല, ഈവനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഉത്തരം ഈവനായിട്ട് കിട്ടാത്ത സ്ഥിതിക്ക് ഇതുമല്ല. ഇനി അടുത്ത് ഞാൻ സിയിലേക്ക് പോട്ടെ. ഇതിപ്പോൾ ഒന്നും കിട്ടത്തില്ലേന്ന് എനിക്കൊരു സംശയം. ഇനി A² + B + 1 എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇതിനെ ഞാൻ ഓടായിട്ട് കൺസിഡർ ചെയ്യാം. ഓഡ് റേസ് ടു ഏതൊരു നമ്പർ ആണെങ്കിലും ഓടാണ്. ഇനി ഇതിനെ ഞാൻ ഓടായിട്ട് കൺസിഡർ ചെയ്താൽ ഓട് കിട്ടും. +1, അതായത് ഓടും എന്താണെങ്കിലും ഓഡ് + ഓഡ് എന്താണെങ്കിലും ഈവനാണ്. ഈവൻ + ഇതൊരു ഓഡ് നമ്പറാണ് ഓഡ്. ഈവൻ ഇത് ഓഡ്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഓടേ കിട്ടുള്ളൂ. അപ്പോൾ ഓൾവേസ് ഈവൻ അല്ല. ഓപ്ഷൻ സിയും അല്ല. ഇനി അടുത്തത് ദൈവമേ, AB - B ആണ്. ഓക്കെ, വിഷമിക്കേണ്ട, ചെയ്ത് നോക്കാമല്ലോ. AB - B. എ എന്ന് പറയുന്ന മിസ്സ് പറയാണ് ഓടാണ്, ബി എന്ന് പറയുന്ന മിസ്സ് പറയാണ് ഓടാണ്, ഈ ബി എ ഓടാണ്. അതായത് ഓഡ് × ഓഡ് എന്താണെങ്കിലും ഈവനാണ്. ഈവൻ - ഓഡ്. ഈവനും ഓടും കൂടെ ചേർന്നാൽ എന്ത് വരും? ഒരു നമ്പർ ഈവൻ - ഓഡ്. ഓക്കെ, ആ ഒരു റേഞ്ചിൽ ഇത് ചെയ്യാൻ പോയാലും നമുക്ക് എന്ത് കിട്ടും? ഉത്തരം ശരിക്കും പറഞ്ഞാൽ ഓടാ കിട്ടുക. അപ്പോൾ എന്ത് മനസ്സിലായി? ഇതപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൾവേസ് ഈവൻ എന്നല്ലേ പറഞ്ഞേക്കണത്? ഓക്കെ, മനസ്സിലായി. ഓൾവേസ് ഈവൻ എന്നല്ലേ പറഞ്ഞേക്കണേ? അപ്പോൾ ഈവൻ റേഞ്ചിൽ എടുത്താൽ മതി. ഈ ഒരു ക്വസ്റ്റ്യന് ഈവൻ റേഞ്ചിലെടുത്തത്, കാരണം ഓൾവേസ് ഈവൻ ആണ്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ അപ്പോൾ AB-യിൽ നമുക്കൊരു ഡൗട്ട് വരും. അപ്പോൾ ഇത് രണ്ടും എടുത്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. മിസ്സ് പറഞ്ഞാൽ മനസ്സിലായി. A² + B² + 1, അതായത് ഓൾവേസ് ഈവനാണ്. അപ്പം ഞാൻ പറയുകയാണ് A ഈവൻ ആണെങ്കിൽ +B ഈവൻ ആണെങ്കിൽ +ഓഡ്, അതായത് A ഈവൻ എന്നെടുത്തു. അപ്പോൾ ഈവൻ + ഈവൻ എന്താ? ഈവൻ + ഈവൻ എന്താണെങ്കിലും ഈവൻ ആണ്. ഈവൻ + ഓഡ് എന്താണേലും ഓടാണ്. അപ്പോൾ ഇതൊരിക്കലും ഈവനായിട്ട് കിട്ടില്ല. അടുത്ത കേസ് ഞാൻ അതുപോലെ തന്നെ എടുത്തു. ഇത് അടുത്ത ഏതാ? ഇതെടുത്താലും അങ്ങനെ തന്നെ വരുള്ളൂ. ഇതിൻ്റെ ഉത്തരം ഓടായിട്ടേ വരുള്ളൂ, ഇതിൻ്റെ ഉത്തരം ഓടായിട്ടേ വരുള്ളൂ. പക്ഷേ ഇതെടുത്ത് നോക്കൂ. ദാറ്റ് ഈസ് AB - B. അതായത് ഇത് ഈവൻ ഇൻറ്റു ഇത് ഈവൻ, ഇത് ഈവൻ ഇൻറ്റു ഈവൻ തന്നെ, ഈവൻ - ഈവൻ തന്നെ. ഉത്തരം ഏതായാലും ഇതാണ്, AB - B ആണ്. ഈ ഒരു റേഞ്ചിൻ്റെ കൂടെ എന്തെങ്കിലും കൂടെ ഉണ്ടോ എന്നൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം A × B ആണല്ലോ. ഏതായാലും AB എന്താണെങ്കിലും ബോത്ത് ഓഡ് ഓർ ഈവൻ ആയാൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. ഏതായാലും ഓപ്ഷൻ D ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യണേ. ഒരു ഹോംവർക്കായിട്ട് ഒന്ന് നോക്കണം കേട്ടോ, മനസ്സിലായിട്ടുണ്ടോയെന്ന് ഈ ക്വസ്റ്റ്യൻ. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത്
അത്ര നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പറയുമ്പോഴാണ് ഈ 2 ഓപ്ഷൻസിനും ഒരു പ്രോബബിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ നമ്മൾ എന്താണ് ബിയും സിക്കും പ്രോബബിലിറ്റി എന്താണെങ്കിലും ഇല്ല. നമ്മളപ്പോൾ ആ സമയത്ത് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല തോന്നുന്നു. അതോ ഈ ഒരു രീതിയിലല്ലേ പഠിച്ചിരുന്നതെന്നും ഓർക്കാൻ പറ്റണില്ല ഇപ്പോൾ. എനിവേ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇതേതാ ക്വസ്റ്റ്യൻ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതും വിസിബിൾ അല്ലാന്ന് തോന്നുന്നു. ഞാൻ വായിക്കട്ടെ, ഈ ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ഗിവൺ ദാറ്റ്, തന്നേക്കണം എന്താണെന്ന് വെച്ചാൽ, ഗിവൺ ദാറ്റ് എ ആൻഡ് ബി ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് എ പ്ലസ്, ഇതൊന്ന് എഴുതിക്കോ, എ പ്ലസ് എ സ്ക്വയർ ബി ക്യൂബ്, ദാറ്റ് ഇസ്, ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം, എ പ്ലസ് എ സ്ക്വയർ ബി ക്യൂബ് ഈസ് ഓഡ്. Which one of the following statement is correct? I repeat the question. Given that a and b are integers and a plus a square b cube is odd, which one of the following statements is correct? This is actually one of the question from GATE 2018. GATE 2018 question ആണ് കേട്ടോ. എങ്ങനെ ചെയ്യാം മക്കളെ? എന്താ ക്വസ്റ്റ്യൻ മിസ് ഒന്ന് നോക്കട്ടെ ആദ്യം. എയും ബിയും ഇൻറ്റീജേഴ്സ് ആണ്. എ പ്ലസ് എ സ്ക്വയർ ബി ക്യൂബ് എന്ന് പറയുന്നത് ഓഡാണ്. അതായത് ഇത്രയും കാര്യം ചെയ്യുമ്പോൾ ഓഡ് കിട്ടണം, ഓഡായിരിക്കണം. ഓപ്ഷൻ ഒന്ന് എഴുതട്ടെ മിസ്സ്. ഓപ്ഷൻ എ ഞാനൊന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുമോ? ഞാൻ എഴുതിയിട്ടില്ലേ ഓപ്ഷന്? ഞാൻ എഴുതിയിട്ടില്ലല്ലോ, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ഓപ്ഷൻ പറയാം കേട്ടോ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എയും ബിയും രണ്ടും ഓഡാണ്. ഓപ്ഷൻ ബി എയും ബിയും രണ്ടും ഈവനാണ്. ഓപ്ഷൻ സി എ ഈവൻ ആയിരിക്കണം, ബി ഓഡായിരിക്കണം. ഓപ്ഷൻ ഡി എ ഓഡായിരിക്കണം, ബി ഈവൻ ആയിരിക്കണം. പെട്ടെന്നൊന്ന് പോസ് ചെയ്തിട്ട് എഴുതുമോ? എയും ബി ഓഡ്, എയും ബി ഈവൻ, സി എന്താ? എ ഈവൻ ബി ഓഡ്. അടുത്തത് എ ഓഡ് ബി ഈവൻ. ഓക്കെ, അപ്പം എ പ്ലസ് എ സ്ക്വയർ ബീസും ഓഡ് ഈവൻ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഓഡ് കിട്ടുള്ളൂ. എന്നാണെങ്കിൽ ഇപ്പോൾ ഞാൻ 1 ഇട്ട് കൊടുത്ത്, ഇതിൽ ഞാൻ 2 ഇട്ട് കൊടുത്താൽ 1 പ്ലസ് 1, ഒരു മിനിറ്റ് കേട്ടോ, 2ൻ്റെ ക്യൂബ് 1 പ്ലസ് 1 ഇൻറ്റു 8, 8, 9, 10. അപ്പം ഈവൻ അല്ലേ? ഓടാണ്. 1, 9, അങ്ങനെയാണെങ്കിൽ ഓട്. ഓക്കെ കിട്ടുന്നുണ്ടോ നോക്കിയതാണേ, കിട്ടുന്നുണ്ട്. ഓക്കെ, അതെന്താ? ഈ ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിളാടാ. അതായത് എ പ്ലസ് എ സ്ക്വയർ ബി ക്യൂബ് എന്തോ ചെയ്യുമ്പോൾ ഓഡ് കിട്ടണം. ഇത്രയേ ഉള്ളൂ ആക്ച്വലി ക്വസ്റ്റ്യൻ. ഇതിൽ ആരോ ഉണ്ടായിരുന്നല്ലോ, ആരോ എവിടെ പോയി? ആരോ കാണുന്നില്ല. ഓക്കെ, എന്തേലും ആട്ടെ. ഓക്കെ, അപ്പം എ പ്ലസ് എ സ്ക്വയർ ബി ക്യൂബ് ഈക്വൽ ടു ഓഡ് എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് കേട്ടോ. അതായത് എപ്പോഴും ഓർത്തണം, നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താ അറിയോ? പെട്ടെന്ന് എ പ്ലസ് എ സ്ക്വയർ ബി ക്യൂബ്, ഈ മൾട്ടിപ്ലിക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കും കുട്ടികൾ. ഞാൻ കുറേ അങ്ങനെ തെറ്റ് വരാറുണ്ട്. ഈ മൾട്ടിപ്ലിക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല. കാരണം നടുക്ക് കിടക്കുന്ന ആരാണോ അവരാണ് നമ്മുടെ പേരൻറ്റ്. കാരണം ഇവിടെ എന്ത് ഓപ്പറേഷനാണ് ചെയ്യുന്നത്? പ്ലസ് ആണ്, അഡീഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം മാത്രമേ കൺസിഡർ ചെയ്യാവൂ ആക്ച്വലി. അതായത് സമേഷൻ അല്ലെങ്കിൽ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോഴാണ് ഓഡ് കിട്ടുക? അതായത് പ്ലസിൻ്റെ കേസിൽ എന്തൊക്കെ വാല്യൂസ് ചെയ്യുമ്പോഴാണ് ഓഡ് കിട്ടാൻ ആകെ ഒന്നേ ഉള്ളൂ. ഓഡ് പ്ലസ് ഈവൻ എന്ന് പറയുന്നത് ഓഡാണ്. അതാണ് സം. ഇതിന് റെസിപ്രോക്കലും വരാം, ഈവൻ പ്ലസ് ഓഡ്. പക്ഷെ മോസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഒരു വാല്യൂ എന്ന് വെച്ചാൽ ഓഡ് പ്ലസ് ഈവൻ ആണ്. അപ്പം വളരെ സിമ്പിളാണ്, ഓഡ് പ്ലസ് ഈവൻ ചെയ്താൽ മതി. അതായത് എ എന്ന് പറയുന്നത് ഓഡും ആയിരിക്കണം, ബി എന്ന് പറയുന്നത് ഈവനും ആയിരിക്കണം. ഇപ്പം ഞാൻ എക്സാമ്പിൾ ഓഡ് 1, ഇത് ഈവൻ 2 എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് എ സ്ക്വയർ, അതായത് 1ൻ്റെ സ്ക്വയർ ഇൻറ്റു 2ൻ്റെ ക്യൂബ്. 2ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ എന്താ? 8. 8 പ്ലസ് 1 അല്ല 8 പ്ലസ് 1 അല്ല, 8 ഇൻറ്റു 1 8 പ്ലസ് 1 9. ആൻസർ 9. ഓഡ് നമ്പർ കിട്ടി. അതേസമയം ഞാൻ പറഞ്ഞുല്ലോ, റെസിപ്രോക്കലും ഉണ്ട്. അതായത് ഇത് ഓഡായിട്ടും എടുക്കാം, ഇത് ഈവനുമായിട്ട് എടുക്കാം. ക്ലിയർ ആയിട്ട് എഴുതി തരാം മക്കളെ. എ പ്ലസ് എ സ്ക്വയർ ബി ക്യൂബാണ്. പ്ലസ് ചെയ്യുമ്പം ഓഡ് കിട്ടണം,
പ്ലസ് ചെയ്യുമ്പോൾ ഓഡ് കിട്ടാൻ രണ്ട് വഴിയേ ഉള്ളൂ എൻ്റെ പൊന്നെ. ഈവൻ എന്തായിരുന്നടാ, ഈവൻ മൈനസ് ഓടും ആയിരിക്കണം, ഓഡ് പ്ലസ് ആണല്ലോ അല്ലേ, ഓക്കെ, പ്ലസ് ഈവനും ആയിരിക്കണം. അപ്പം മിസ് ആദ്യത്തെ കൺസിഡറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈവനും ഓടും എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാൻ എക്ക് 2ഉം ബീന് 1ഉം കൊടുത്തു വിചാരിക്കുക. അപ്പോൾ 2 + 2ൻ്റെ സ്ക്വയർ ഇൻറ്റു 1ൻ്റെ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ 4 ആണ്, 4 × 1 4 ആണ്, 4 + 2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ അത് ഈവൻ നമ്പർ അല്ല. അപ്പോൾ ഏതായാലും ഈ ഒരു കൺസിഡറേഷൻ വരില്ല. അടുത്ത മിസ് ഓടും ഈവനും എടുത്തു. അപ്പം എ എന്ന് പറയുന്നത് ഓടായിട്ടും കൊടുത്തു, ബി എന്ന് പറയുന്നത് ഈവൻ നമ്പർ 2 ആയിട്ടും കൊടുത്തു. ഇതിലേക്ക് ഇട്ട് കൊടുത്തേ 1 + 1ൻ്റെ സ്ക്വയർ ഇൻറ്റു 2ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 8. അപ്പോൾ 8 × 1 8 + 1 9. അപ്പോൾ ഈവൻ കിട്ടിയല്ലോ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, അപ്പം ഓടാണ് ചോദിച്ചതുകൊണ്ട് നമുക്ക് ആൻസർ എന്താ, ഓട് ചോദിച്ചതുകൊണ്ട് ആൻസർ എ എന്ന് പറയുന്നത് ഓടും അല്ലേ, എ എന്ന് പറയുന്നത് ഓടും, ബി എന്ന് പറയുന്നത് ഈവനും അല്ലേ. ചെക്ക് ചെയ്യണം കേട്ടോ, ഇതല്ലേ ഇപ്പം മിസ് പറഞ്ഞത്. ഇനി നേരെ തിരിച്ച് ഇൻ ദ സെൻസ് ഈവൻ നമ്പർ ആയിരുന്നു കിട്ടണ്ടെങ്കിൽ നേരെ തിരിച്ച് വരും. എ എന്ന് പറയുന്നത് ഈവനും ആകും, ബി എന്ന് പറയുന്നത് ഓടും ആകും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇതൊന്ന് നോക്കിയാൽ മതി, ഈ ഒരു ടേബിൾ ഒന്ന് നോക്കിയാൽ മതി. ടേബിളിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. നാച്ചുറൽ നമ്പേഴ്സിനെ സം ചെയ്യുമ്പം അത് സം ചെയ്യാനുള്ളൊരു ഫോർമുലയാണ്. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ഇപ്പം ഞാൻ പറയാണ്, നിങ്ങൾക്ക് ആദ്യത്തെ 5 നമ്പേഴ്സ് കൂട്ടി 1 + 2 + 3 + 4 + നമ്മൾ പണ്ടില്ലേ, ഇപ്പോഴുണ്ടോ അത്? ഓക്കെ, ആരോ കിട്ടി കേട്ടോ. നമ്മൾ പണ്ട് നമ്മളോട് പറയില്ലേ ഇങ്ങനെ മനസ്സിൽ കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ പറയും, എന്നിട്ട് അത് കൂട്ടണം. അപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന നമ്പർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമുക്ക് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ അത് ഇപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ 0 വരാത്ത നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ ഞാൻ പറയാണ്, മക്കളോട് പറയാണ്, ഇപ്പോൾ ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സ് ഒന്ന് ആഡ് ചെയ്യും. ദാറ്റ് ഈസ് 1 + 2 + 3 + 4 + 5. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഞാനത് മിനിറ്റുകൾക്കുള്ളിൽ പറയാമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ശരിക്കും ഇവിടെ എത്രയാണ് ഉള്ളത്, എന്ന് വെച്ചാൽ 1 2 3 4 5 എത്ര എണ്ണം ഉള്ളത്, 5 ആണ് ഉള്ളത്. അപ്പോൾ ഒരാൾ ഇതിനെ ഇത്രയും കൂട്ടുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, n × n + 1/2 ചെയ്താൽ മതി. ഇവിടെ ആകെ എത്ര എണ്ണം ഉണ്ട്, 5 എണ്ണം ഉള്ളത്. അപ്പോൾ 5 × 5 + 1/2 ചെയ്താൽ മതി. 5 + 1 6, 6 × 5 എന്ന് വെച്ചാൽ 30, 30/2 എന്ന് വെച്ചാൽ 15, 30/2 എന്ന് വെച്ചാൽ 15 അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കി, ഇനി 15 കിട്ടുന്നുണ്ടോയെന്ന്. 2 3 4 ഇത് 5 5 6 7 8 9 10 11 12 13 14 15 കിട്ടുന്നില്ലേ? മനസ്സിലായോ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുമോ? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അടുത്തത് സം ഓഫ് സ്ക്വയേഴ്സ് ആണ് കേട്ടോ. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഓരോ സ്ക്വയേഴ്സും ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒരാളിങ്ങനെ സ്ക്വയർ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എത്ര n ഉണ്ടോ. n + 1 × 2n + 1/6. അതുപോലെ തന്നെ ക്യൂബിൻ്റെയും പഠിക്കുക. ഇതിന് ഈവൻ നാച്ചുറൽ നമ്പേഴ്സിനെ മാത്രം, ഇപ്പോൾ ഒരാളോട് നമ്മൾ പറയുകയാണ് ഈവൻ നമ്പേഴ്സ് മാത്രം കൂട്ട്, അങ്ങനെയാണെങ്കിലും അടുത്തത്. ഇനി ഓഡ് നമ്പേഴ്സ് മാത്രമാണെങ്കിൽ n² ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് എഴുതിയെടുക്കാൻ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇന്ന് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താണോ ഈ നോട്ട് കണ്ട് ഈ വീഡിയോ എഴുതി ഈ നോട്ട് കാണുന്നത്, ആ നോട്ട് എഴുതിയതിന് ശേഷം ഇവരെ എല്ലാം ഒന്ന് ഇപ്പം തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പോവുക. കാരണം ഗേറ്റൊക്കെ ഇങ്ങനെ അടുക്കാറായല്ലോ. ഇനി നമുക്കിതൊക്കെ പഠിച്ച് അങ്ങ് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് വായിക്കണോ മിസ്സ്? വായിക്കണോ അല്ലേ? കാണുന്നില്ല അല്ലേ? അതാ ഇങ്കിൻ്റെ പ്രോബ്ലമാണ്, ഇങ്കിൻ്റെ പ്രശ്നമാണ്. മിസ്സ് വായിക്കാം. ഇഫ് ദ സം ഓഫ് ദി ഫസ്റ്റ് 20 കോൺസിക്യൂട്ടീവ് ഓഡ് പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ 20², the result is എന്താ? വായിക്കണോ? ഒന്നുകൂടെ വായിക്കണോ? ഇഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 കോൺസിക്യൂട്ടീവ് ഓഡ്, അതായത് ആദ്യത്തെ 20 കണ്ടോ ഓഡ് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ എന്ന് പറയുന്നത്, ഇത്രയും പേരുടെ എന്ന് വെച്ചാൽ ഡിവിസിബിൾ ബൈ 20² കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ,
അതിൻ്റെ ഉത്തരം, അതായത് ആദ്യത്തെ 20 ഓഡ് നമ്പേഴ്സിനെ 20⁻2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല. ഏതായാലും എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയാണ് ഓഡ് പോസിറ്റീവ് നമ്പറാണ് കേട്ടോ. ഓഡ് പോസിറ്റീവ് നമ്പർ 20 എണ്ണമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ n 20 ഇനി നോക്കിക്കേ, ഓഡ് പോസിറ്റീവ് നമ്പേഴ്സിനെ കൂട്ടുന്നത് എങ്ങനെയാണ്? n² ചെയ്താൽ മതി. അതായത് ഓഡ് പോസിറ്റീവ് നമ്പറാണ്, n² ചെയ്താൽ മതി. n = 20 ആണ്. അപ്പോൾ 20² ചെയ്താൽ മതി. എത്രയാണ് ഇതിൻ്റെ അകത്ത് കിട്ടും? അപ്പോൾ ആദ്യത്തെ 20 എണ്ണത്തിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20² എന്ന് വെച്ചാൽ 400 നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ ഡിവിസിബിൾ ബൈ 20⁻2 കൊണ്ട് ഡിവിസിബിൾ ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും പോയി കഴിഞ്ഞാൽ ഉത്തരം 1. എന്തെങ്കിലും ബാലികല മലയുണ്ടോ ഇത്? ഈ ഇക്വേഷൻ അറിയാത്ത ഒരാളാണെങ്കിൽ ഇരുന്ന് കൂട്ടാൻ തുടങ്ങും. എന്ത് ചെയ്യും? 400, 200 ഇങ്ങനെ. അതായത് വിസിബിൾ എന്നൊക്കെ വിർച്വൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും ചെയ്യണ്ടേ? 1+2 അങ്ങനെ, അല്ലെങ്കിൽ 20 അങ്ങനെയൊക്കെ ചെയ്യണ്ടേ? അതിന് വരെ ഇങ്ങനെ ഓർത്താൽ മതി, ഇക്വേഷൻ ഓർത്താൽ മതി കേട്ടോ. ഇതൊരു നല്ല ഒന്നൊന്നര ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇത് ഉണ്ടല്ലോ, ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. പക്ഷെ കുറേ ഉള്ളതുപോലെ തോന്നും, പക്ഷേ ആൻസർ ഭയങ്കര സിമ്പിളാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? വായിക്കട്ടെ. ഇൻ എ ലൊക്കാലിറ്റി, ഒരു ലൊക്കാലിറ്റിയിൽ ദ ഹൗസസ് ആർ നമ്പേർഡ് ഇൻ ദ ഫോളോയിങ് വേ. അപ്പോൾ ഒരു ലൊക്കാലിറ്റി ഉണ്ട്. ആ ലൊക്കാലിറ്റിയിൽ ഹൗസസിന് നമ്പർ ചെയ്തേക്കണം ഇങ്ങനെയാണ്. ഇത് ഹൗസ് നമ്പേഴ്സ് ഓൺ വൺ സൈഡ് ഓഫ് എ റോഡ്. അപ്പോൾ ഇതൊരു റോഡാണ്. ഇത് തന്നെ നമുക്ക് റോഡാക്കാം അല്ലേ? ഇതാണ് നമ്മുടെ റോഡ്. ഓക്കെ, അപ്പോൾ റോഡിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ദ ഹൗസ് നമ്പേഴ്സ് ഓൺ വൺ സൈഡ് ഓഫ് എ റോഡ് ആർ കോൺസിക്യൂട്ടീവ് ഓഡ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഒരു സൈഡിൽ ഏതായാലും മൊത്തം ഓഡ് ഇൻറ്റീജേഴ്സ് ആണ്. ഓഡ് ഇൻറ്റീജേഴ്സ് എന്ന് വെച്ചാൽ 1, -1 അല്ലെങ്കിൽ -3, 3, 5, 7 മൈനസും ഒക്കെ വരാം. ഇൻറ്റീജേഴ്സ് അല്ലേ. അടുത്ത സൈഡിൽ മൊത്തം ഈവൻ ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ ഒരിടത്ത് ഓഡ് ഇൻറ്റീജറാണ്. ആ ഓഡ് ഇൻറ്റീജർ തുടങ്ങുന്നത് മൈനസിലൊന്നുമല്ല, തന്നിട്ടുണ്ട് 301 തുടങ്ങുന്നത്. ഈവൻ തുടങ്ങുന്നത് 302 ദ ടോട്ടൽ നമ്പർ ഓഫ് ഹൗസസ് ഈസ് ദ സെയിം. ഇനി ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും നമ്പേഴ്സ് തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഓടാണെങ്കിൽ ഇവിടെ ഈവൻ അത്രയും നമ്പേഴ്സ് ഉണ്ട്. number of houses is the same on both sides of the road. If the difference, ഇത് ഡിഫറൻസ് എന്നാണ്, if the difference of the sum of the house numbers between the two sides of the road is 27. അതായത് റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള ആൾക്കാരുടെ എല്ലാം കൂടെ സം എടുത്തു കഴിഞ്ഞാൽ, അതായത് ഓഡ് നമ്പറിൻ്റെയും ഈവൻ നമ്പറിൻ്റെയും സം എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 27 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ സൈഡിലും എത്ര പേരുണ്ട്? ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു ആ വേർഡ്? എന്തായിരുന്നു? സം ഓഫ് അല്ലേ? ഇഫ് ദ ഡിഫറൻസ് ഓഫ് ദി സം ഓഫ് the difference of the sum of the house numbers between two sides of road. ഇത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണെങ്കിലും ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. ആദ്യത്തെ ആൾ 301, ഓടിൽ 301, അടുത്തത് 302, അടുത്തത് ചിലപ്പോൾ 303 ആയിരിക്കും, അടുത്തത് 304. കാരണം ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ ഞാൻ പേറുകളാക്കുക. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെങ്കിലും 1 ആണ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും 1 ആണ്. ഇത് ഓഡ്, ഇത് ഈവൻ. അങ്ങനെ അതായത് ഇതിൻ്റെ അർത്ഥം കണ്ടോ മക്കളെ? ഡിഫറൻസ് ഓഫ് ദ സം ഓഫ് ദ ഹൗസ് ഈസ് 27 എന്ന് വെച്ചാൽ 27 പെയേഴ്സ് ഉണ്ട്, അല്ലെ 27 ഹൗസിൻ്റെ പെയറുകളുണ്ട്. ഇത് ഒരു പെയർ, അതായത് 301ഉം 302ഉം കൂടെ ഒരു പെയർ, 303ഉം 304ഉം കൂടെ ഒരു പെയർ, അടുത്ത 305ഉം 306ഉം കൂടെ ഒരു പെയർ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി 27 പെയറുണ്ട്. അപ്പം അതായത് 27 പെയേഴ്സ് ഉണ്ട്. അതായത് 27 × 2, അതായത് സത്യം പറഞ്ഞാൽ 54 ആൾക്കാരുണ്ട്. ഈ സൈഡിൽ 27 പേര്, ഈ സൈഡിൽ 27 പേര്, അങ്ങനെ എല്ലാം കൂടി 54 ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഒരു സൈഡിൽ 27 പേര്. മക്കൾക്ക് മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു വാക്ക് ഓർത്താൽ മതി. ദ ഡിഫറൻസ് ഓഫ് ദ സം ഓഫ് ദി ഹൗസ് നമ്പേഴ്സ് ബിറ്റ്വീൻ ടു സൈഡ്സ്. അതായത് ഡിഫറൻസ് എടുത്തിട്ട് അതിൻ്റെ സം, അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് സം എന്ന് പറയുന്നത് ശരിക്കും പെയറുകളുടെ, 2 ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പെയറുകളുടെ എണ്ണമാണ്. ഒറ്റ പെയേഴ്സ് അല്ലെ കപ്പിൾസിൻ്റെ എണ്ണമാണ് ഡിഫറൻസ് ഓഫ് സം ആയിട്ട് തന്നിരിക്കുന്നത് 27. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിൽ എത്ര ഉണ്ട്? 27 പേരുണ്ട്. അപ്പോൾ 27, 50. ഇനി നമ്മൾ ടോട്ടൽ നമ്പേഴ്സ് ഓഫ് ഹൗസസ്, അത് 2 സൈഡിലും കൂടെ കൂട്ടി എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 54. ഓരോ സൈഡിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 27.
അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 27. ഇത് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ചെയ്യാനുണ്ടായിരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, ഇന്ന് പഠിച്ചത് നോട്ട് എഴുതുക, അതിനുശേഷം ഇന്ന് തന്നെ പഠിച്ചു പോവുക. ഇനി നമ്മുടെ കയ്യിൽ അധികം സമയമില്ല, എന്നാലും നമ്മൾ വറി ആവേണ്ട കാര്യമില്ല. വി ക്യാൻ മേക്ക് ദാറ്റ്. ഓക്കെ, സോ പഠിക്കുക. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.